ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദ്രവസംയുതം പിബതാ ഭാഗവതം രസമാലയം മുഹുരസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 31. ജീവസത്തകളുടെ ചലനങ്ങളെപ്പറ്റി ഭഗവാൻ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 19 മുതൽ 23 വരെ വായിക്കാം. പശ്യാത്യയം ധിഷണയാനനുസപ്തവധ്രീ ശാരീരകേദമശരീരപരസ്വദേഹേ യസൃഷ്ടയാസം തമഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ച ചൈത്യമിവ പ്രതീതം. സോഹം വസന്നപി വിഭോ ബഹുദുഃഖവാസം ഗർഭാന്ന നിർജിഗമിഷേ ഭൈരന്തകൂപേ യത്രോപയാതമുപസർപ്പതി ദേവമായ മിഥ്യാമതിര്യതനു സംസൃതി ചക്രമേതത്. തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശു തമസ സുഹൃദാത്മനൈവ ഭൂയോ യഥാ വ്യസനമേതത് അനേകരന്ധ്രം മാമേ ഭവിഷ്യതി ഉപസാദിത വിഷ്ണുപാദ. കപില ഉവാച. ഏവം കൃതാമതിർഗർഭേ ദശമാസ്യാസ്തുവൻ ഋഷി സദ്യ ക്ഷിപത്യവാചീനം പ്രസൂത്യൈ സൂതിമാരുതഃ. തേനാവസൃഷ്ടസഹസാ കൃത്വാ വാക്ഷിര ആതുരഃ വിനിഷ്ക്രാമതികൃച്ഛ്രേണ നിരുച്ഛ്വാസോ ഹതസ്മൃതിഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ് ബേബി മാതാജി വായിച്ചോളൂ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3:2 അധ്യായം 31. ജീവസത്തകളുടെ ചലനങ്ങളെ കുറിച്ച് കപില ഭഗവാന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 19. ഹരേ കൃഷ്ണ. പശ്യത്യയം ദിഷണയാ നനു സപ്തവദ്രി ശാരീരകേതമശരീര്യപരഃ സ്വദേഹേ
യൽ സൃഷ്ടയാസം തമഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ചൈത്യമിവ പ്രതീതം. വിവർത്തനം. മറ്റു രൂപത്തിലുള്ള ശരീരത്തിലെ ജീവസത്തയ്ക്ക് അവന് സഹജമായത് മാത്രമേ ദർശിക്കുവാൻ കഴിയൂ. ആ പ്രത്യേക ശരീരത്തിലെ സ്വീകാര്യവും അസ്വീകാര്യവുമായ ഇന്ദ്രിയജ്ഞാനമേ അവനുള്ളൂ. പക്ഷെ എനിക്ക് എന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നതും എന്റെ ദൈവവിധി മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഒരു ശരീരമുണ്ട്. അതിനാൽ ആരു നിമിത്തമാണോ ഞാൻ ഈ ശരീരത്തിൽ അനുഗ്രഹീതനായത്, ആരെയാണോ എനിക്ക് ഈ ശരീരത്തിനകത്തും പുറത്തും ദർശിക്കുവാൻ സാധിക്കുന്നത്, ആ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 20. സോഹം വസന്നഭിവിഭോ ബഹുദുഃഖവാസം ഗർഭാന നിർജിഗമിഷേ ബഹിരന്തകൂപേ യത്രോപയാതമുപസർപ്പതി ദേവമായ മിഥ്യാമതിര്യതനു സംസൃതി ചക്രമേതത്. വിവർത്തനം. ആകയാൽ എന്റെ ഭഗവാനെ, ഭയാനകമായ അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിലും മാതാവിന്റെ ഉദരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് വീണ്ടും ഭൗതിക ജീവിതത്തിന്റെ പൊട്ടക്കിണറ്റിൽ വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദേവമായ എന്ന് വിളിക്കപ്പെടുന്ന അങ്ങയുടെ ബാഹ്യശക്തി നവജാത ശിശുവിനെ തൽക്ഷണം പിടികൂടുകയും ജനന മരണങ്ങളുടെ ആവർത്തന ചക്രത്തിന്റെ ആരംഭമായ മിഥ്യാഹങ്കാരം അപ്പോൾ തന്നെ തുടങ്ങുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ശ്ലോകം 21. തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശു തമസ സുഹൃദാത്മനൈവ ഭൂയോ യഥാ വ്യസനമേതനേകരന്ധ്രം മേ മാമേ ഭവിഷ്യത് ഉപസാദിത വിഷ്ണുപാദ. വിവർത്തനം. അതുകൊണ്ട് കൂടുതൽ വിക്ഷുബ്ധരാകാതെ എന്റെ ഉത്തമ സുഹൃത്തായ പരിശുദ്ധ ബോധത്തിന്റെ സഹായത്തോടുകൂടി അജ്ഞതയിൽ നിന്ന് പുറത്തു വരും. വിഷ്ണുവിന്റെ തൃപ്പാദങ്ങളെ ധ്യാനിക്കുന്നത് കൊണ്ട് ഞാൻ മാതൃഗർഭങ്ങളിൽ വീണ്ടും വീണ്ടും കയറി ഇറങ്ങാതെ എന്റെ ജനന മരണമാകുന്ന സംസാര ചക്രത്തിനെ അവസാനിപ്പിക്കും. ഹരേ കൃഷ്ണ. ശ്ലോകം 22. കപില ഉവാച ഏവം കൃത മതിർഗർഭേ ദശമാസ്യാസ്തുവൻ ഋഷി സദ്യ ശിവത്യവാചീനം പ്രസൂത്യൈ സൂതിമാരുതഃ. വിവർത്തനം. കപില ഭഗവാൻ തുടർന്നു. 10 മാസം പ്രായമുള്ള കുട്ടിക്ക് ഗർഭത്തിലായിരിക്കുമ്പോഴും ഈ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്രകാരം ഭഗവാനെ സ്തുതിക്കുന്നതിനിടയിൽ പ്രസവവായുവിന്റെ പ്രേരണയാൽ താഴേക്ക് മുഖം തിരിഞ്ഞു പോകുന്ന അവന് ജനിക്കേണ്ടി വരുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 23. തേനാവസൃഷ്ട സഹസ കൃത്വാ വാക്ഷിര ആതുരഃ വിനിഷ്ക്രാമതി വൃത്രേണ നിരിച്ഛ്വാസോ ഹതസ്മൃതി. വിവർത്തനം. വായുവിനാൽ വളരെ പെട്ടെന്ന് താഴേക്ക് തള്ളപ്പെടുന്ന കുട്ടി ശിരസ് കീഴോട്ടായി ശ്വാസം കിട്ടാതെ വിഷമിച്ച് പുറത്തേക്ക് വരുന്നതിനിടയിൽ ദുസ്സഹമായ പ്രാണവേദനയാൽ അവന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ബേബി മാതാജി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കപില ഭഗവാൻ ഗർഭസ്ഥനായിട്ടുള്ള ശിശു ആ ഗർഭാവസ്ഥയിൽ വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുട്ടി എങ്ങനെയെങ്കിലും ഈ ഗർഭപാത്രത്തിന് പുറത്തേക്ക് കടക്കണം എന്ന് ചിന്തിച്ച് മാസങ്ങൾ എണ്ണി കഴിയുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ ജീവാത്മാവിന്റെ തൊട്ടടുത്ത് ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിന്റെ അനുഗ്രഹത്താൽ ആ കുട്ടിക്ക് ആത്മബോധം ഉണ്ടാവുകയും ഞാൻ ഒരുപാട് ജന്മങ്ങളായി ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവാത്മാവാണ്, ഞാൻ ഭഗവാന്റെ സേവകനാണ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശരീരം എൻ്റെ മിഥ്യാഹങ്കാരം കൊണ്ട് ലഭിച്ചതാണ് എന്നുള്ള ബോധമൊക്കെ ഉണ്ടാകുന്നു. ആ ബോധം ഉണ്ടായതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള അവസരവും ആ ജീവാത്മാവിനുണ്ടാകും. അങ്ങനെ ആ ജീവാത്മാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ 19ാമത്തെ ശ്ലോകത്തിൽ
ആ ജീവാത്മാവ് പറയുന്നത് ഈ മനുഷ്യ ശരീരത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ്. എനിക്കിപ്പോൾ ഒരു പ്രത്യേക തരം ശരീരം കിട്ടിയിരിക്കുന്നു. ഇതുവരെ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള മറ്റു ശരീരങ്ങളിലൂടെ കടന്നുപോയി. 84 ലക്ഷം തരം ജീവശരീരങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷെ ആ ശരീരങ്ങൾക്കും ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ മനുഷ്യ ശരീരത്തിനും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ വ്യത്യാസം എന്താണെന്നാണ് ഇവിടെ 19ാമത്തെ ശ്ലോകത്തിൽ ആ കുട്ടി പറയുന്നത്. പശ്യത്യയം ദിഷണയാ നനുസപ്തവധ്രി ശാരീരികേ ദമശരീര അപരസ്വദേഹി. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ശരീരം എന്താണ്? മനുഷ്യ ശരീരം എന്താണ്? ദമശരീരം ദമശരീരമാണെന്ന് ആ കുട്ടി പറയുന്നു. ദമശരീരം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ശരീരമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റു ശരീരങ്ങളിൽ അതിന് സാധിക്കുന്നില്ലായിരുന്നു. മറ്റു ശരീരങ്ങളിൽ, മറ്റെല്ലാ ജീവജാലങ്ങളിലും, പട്ടിയാകട്ടെ, പൂച്ചയാകട്ടെ, മറ്റേതെങ്കിലും പ്രാണികളാകട്ടെ, മത്സ്യങ്ങളാകട്ടെ, ഇങ്ങനെയുള്ള വ്യത്യസ്ത ജീവജാലങ്ങളിലെല്ലാം ഞാൻ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്? എന്താണോ ഇന്ദ്രിയങ്ങൾ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. ആ ശരീരത്തിൽ വെച്ച് എനിക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇന്ദ്രിയങ്ങൾക്ക് അവിടെ നിയന്ത്രണമില്ല. പക്ഷെ ഇവിടെ ഈ മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? ദമശരീരെ, ഇന്ദ്രിയങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാതിരിക്കാം. ഈ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമാണെങ്കിൽ മാത്രം ഇന്ദ്രിയങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളോട് വേണ്ട എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ശരീരം ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ദമശരീര, ശാരീരിക. മറ്റുള്ള ഇന്ദ്രിയങ്ങൾ, മറ്റുള്ള ശരീരങ്ങൾ എങ്ങനെയാണ്? ശാരീരിക, അത് ശരീരത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ആ ശരീരങ്ങളിൽ എന്താണോ ശരീരം പറയുന്നത്, ശരീരം 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. 4 കാര്യങ്ങൾ വേണമെന്ന്, 4 കാര്യത്തിനെ കുറിച്ച് ശരീരത്തിൽ വെച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ആഹാര, നിദ്ര, ഭയമൈഥുനം ച. ഈ 4 കാര്യങ്ങളാണ് ഒരു ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ജീവാത്മാവിന് ചിന്തയുണ്ടാകുക. അത് ശരീരത്തിന്റെ ആവശ്യങ്ങളാണ്. ആഹാരത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്താഹാരം കഴിക്കണം, എവിടുന്ന് ആഹാരം കിട്ടും, എങ്ങനെ ആഹാരം സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആഹാരത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ആഹാരം, നിദ്ര, എവിടെയാണ് റെസ്റ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് റെസ്റ്റ് എടുക്കേണ്ടത്, റെസ്റ്റ് എടുക്കേണ്ട റൂം, മുറി, അല്ലെങ്കിൽ കൂട്, വീട്, ഇതൊക്കെ എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. നിദ്ര, ഭയം, ഈ ശരീരം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിന് പ്രായമാവുന്നുണ്ട്, ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വീടുണ്ടാക്കും, കൂടുണ്ടാക്കും, വലിയ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. രാജ്യം സംരക്ഷിക്കണം. രാജ്യം സംരക്ഷിച്ചാലേ ഈ ശരീരം നിലനിൽക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതെവിടുന്ന് വരുന്നതാണ്? ഭയം. അത് ഭയത്തിൽ നിന്നും വരുന്നതാണ്, അല്ലെ? ഇത് നശിച്ചു പോകുന്നുണ്ട്, ഇതിനെ സംരക്ഷിക്കണം. ഇതെല്ലാ ജീവികളും ചെയ്യുന്നുണ്ട്. വീട്, കൂട്, രാജ്യം, ഇതൊക്കെ എല്ലാ ജീവികൾക്കും ഉള്ളതാണ്, മനുഷ്യന് മാത്രമല്ല ഉള്ളത്. അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭയം. മൈഥുനം, സ്ത്രീ പുരുഷ ആകർഷണം, പുരുഷന് സ്ത്രീയോട് ആകർഷണം, സ്ത്രീക്ക് പുരുഷനോട് ആകർഷണം. ഇതെല്ലാ ജീവികളിലും ഉള്ളതാണ്. എല്ലാ ജീവികളിലും ഇത് കോമൺ ആണ്. ആഹാര, നിദ്ര, ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭി നരാണ്. മനുഷ്യനും മൃഗങ്ങൾക്കൊക്കെ കോമൺ ആയിട്ടുള്ള ചിന്തയാണ്. അപ്പോൾ ഇതുവരെയുള്ള ശരീരങ്ങളിൽ എനിക്ക് ഈ 4 ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ എനിക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിച്ചില്ല. എന്ത് ചിന്തയാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്ദ്രിയങ്ങൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അല്ലെ, ഒരു പട്ടിക്ക് എല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ചിന്തിക്കുന്നില്ല, ഇത് വേണ്ടതാണോ വേണ്ടാത്തതാണോ, ഇതിപ്പോൾ ആവശ്യമുണ്ടോ, ഞാനിപ്പോൾ അത് സ്വീകരിക്കുന്നില്ല, അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും ആ ഒരു ശരീരത്തിൽ വെച്ച് ജീവാത്മാവിന് ചിന്തിക്കാനോ ആ ശരീരത്തിനെ നിയന്ത്രിക്കാനോ സാധിക്കില്ല. പക്ഷെ മനുഷ്യ ശരീരത്തിൽ വെച്ച് നമ്മൾക്ക് ഈ 4 കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ശരീരം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മശരീരേ,
ശാരീരികേ ദമശരീര അപരസ്വദരഹ. മറ്റു ശരീരങ്ങളിലൊന്നും ഇതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ശരീരം, ഒരു സവിശേഷമായിട്ടുള്ള ശരീരം എനിക്കിപ്പോൾ കിട്ടി. അങ്ങനെയുള്ള ശരീരം തന്ന ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യത് സൃഷ്ടയാസം തമഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദിച്ച ചൈത്യമിവ പ്രതീതം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത, ഈ ശരീരത്തിന്റെ പ്രത്യേകത. മറ്റു ശരീരങ്ങളിലൊന്നും ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാനോ ഈശ്വരനെ കുറിച്ച് കേൾക്കാനോ ഈശ്വരനെ ദർശിക്കാനോ മറ്റു ശരീരങ്ങളിൽ വെച്ച് സാധിക്കുന്നില്ല. പക്ഷെ ഈ മനുഷ്യ ശരീരത്തിൽ നമുക്ക് ഈശ്വരനെ കുറിച്ച് കേൾക്കാനും, ശ്രവണം, കീർത്തനം, ഈശ്വരനെ കുറിച്ച് സംസാരിക്കാനും, ഈശ്വരനെ സ്മരിക്കാനും, ഈശ്വരന് സേവനങ്ങൾ ചെയ്യാനും, ഈശ്വരനെ ദർശിക്കാനും സാധിക്കുന്ന ഒരു ശരീരമാണ്. അങ്ങനെ ഒരു ശരീരം തന്നിട്ടുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയും. പ്രതീതം പശ്യേ ബഹിർഹൃദിച്ച ചൈത്യമിവ. ഭഗവാനെ അകത്തും പുറത്താൻ കാണാൻ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ കിട്ടാത്തൊരു ശരീരം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശരീരം, ആ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ശരീരം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് ആ ജീവാത്മാവ് കരുതുകയാണ്. ഇനി 20ാമത്തെ ശ്ലോകത്തിൽ ആ കുട്ടി പറയുന്നത് മറ്റൊരു കാര്യമാണ്. എന്താണ്? സോഹം വസന്നപി വിഭോ ബഹുദുഃഖവാസം ഗർഭാന്ന നിർജിഗമിഷേ ബഹിരന്തകൂപേ. ഇവിടെ ഒരുപാട് ദുഃഖങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഈ ഗർഭപാത്രത്തിൽ എന്ന് പറഞ്ഞു. ഒരുപാട് അസ്വസ്ഥതകൾ എനിക്കുണ്ട്. എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ മതി എന്ന് ഞാൻ നേരത്തെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, മാസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ബോധം വന്ന സമയത്ത്, ആത്മീയ ബോധം ഉണ്ടായ സമയത്ത് ഈ കുട്ടി തിരിച്ചാണ് ചിന്തിക്കുന്നത്. എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നിവിടെ കുട്ടി പറയും. ഗർഭാൻ ന നിർജിഗമിഷേ, നിർജിഗമിഷേ. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പുറത്തേക്ക് വരണ്ട എന്നാണ്. ബഹിരന്തകൂപേ. കാരണം എന്താണ്? പുറത്ത് ഇതിനേക്കാൾ ഇരുട്ടാണ്. ബഹിർ അന്തകൂപേ. ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം. ഇപ്പോൾ എനിക്ക് കുറച്ച് ജ്ഞാനം ലഭിച്ചു. ഞാൻ ഭഗവാന്റെ അംശമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഗർഭപാത്രങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയാണ് അനാവശ്യമായിട്ട്. എൻ്റെ യഥാർത്ഥ ഡ്യൂട്ടി ഭഗവാനെ സേവിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ള കാര്യമൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്ത് പരമാത്മാവ് ഇരിക്കുന്നതൊക്കെ എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഭഗവാന്റെ രൂപം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഗർഭപാത്രത്തിലെ അസ്വസ്ഥതകൾക്കിടയിലാണെങ്കിലും എനിക്കുള്ള അനുഗ്രഹങ്ങളാണ്. പക്ഷെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അനുഗ്രഹങ്ങൾ കൂടി ഇല്ലാതാകും. അന്ധകൂപം. കൂടുതൽ ഇരുട്ടിലേക്ക്, കൂടുതൽ അജ്ഞാനത്തിലേക്ക് ഞാൻ പോയി വീണുപോകും. അപ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും. ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ സേവകനാണ് എന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് ബാഹ്യശക്തി കൊണ്ട്, ദേവമായ, അവിടെ പുറത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഉപസർപ്പതി, എന്നെ പിടിക്കുമെന്നാണ് പറയുന്നത്. അവൾ എന്നെ പിടികൂടും. ഉപസർപ്പതി, പുറത്ത് എന്നെ പിടിക്കാൻ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. അതാരാണ്? ദേവമായ, അങ്ങയുടെ തന്നെ മായാശക്തി, മഹാമായ അല്ലെ, ഭൗതിക പ്രകൃതി. ആ ഭൗതിക പ്രകൃതി എങ്ങനെയാണ് എന്നെ പിടികൂടുന്നത്? മിഥ്യാമതിർ, എനിക്ക് മിഥ്യയായിട്ടുള്ള, തെറ്റായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ, തെറ്റായിട്ടുള്ള ഒരു പേര് എനിക്ക് അവർ തരും. നീ ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പേരിടും. നീ ഇതാണ്, ഇനി മുതൽ നീ ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ട് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ അതാണ് വിചാരിക്കും. പിന്നെ അതിനനുസരിച്ച് ഞാൻ അങ്ങനെ ജീവിക്കും. ഇത് എൻ്റെ ബന്ധുക്കളാണ്, ഇതെൻ്റെ സുഹൃത്തുക്കളാണ്, ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ ആണാണ്, പെണ്ണാണ്, ഞാൻ മലയാളിയാണ്, ഞാൻ തമിഴനാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതാണ് എന്ന് വിചാരിച്ച് അങ്ങനെ മിഥ്യാമതി, ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് മറന്ന് ഞാൻ ടീച്ചറാണ്, ഞാൻ പോലീസാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ കൂടുതൽ അജ്ഞാനത്തിലേക്ക് വീണുപോകും. അതാരാണ് എന്നെ വീഴ്ത്തുന്നത്? ദേവമായ, അങ്ങയുടെ ശക്തിയായിട്ടുള്ള ആ ദേവമായയാണ് എന്നെ പിടികൂടാൻ വേണ്ടി പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ വിചാരിക്കുന്നത് എന്താണ്? ഗർഭാൻ ന നിർജിഗമിഷേ ബഹിരന്തകൂപേ. ഇവിടെ തന്നെ കിടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇതാണ് കുറച്ചും കൂടി ബെറ്റർ. കുറെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ്, എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല, ചുറ്റുപാടും വളരെ മോശപ്പെട്ട കാര്യങ്ങളാണുള്ളത്, എനിക്ക് ചൂടും ഒക്കെ വലിയ ചൂട്, ആമാശയത്തിൽ നിന്നുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട്, അമ്മ കഴിക്കുന്ന ആ എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇവിടെ സൂതവാദം, ആ പ്രസവ സമയത്തുണ്ടാകുന്ന പ്രഷർ, ആ വേദന എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാലൊന്നും കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് പുറത്തേക്ക് വരണ്ട എന്ന്. വന്നു കഴിഞ്ഞാൽ എന്നെ ആ മായ പിടികൂടി ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ച് അങ്ങനെ ജീവിച്ചു പോകും. പിന്നെ ഞാൻ ഭഗവാനെ പൂർണ്ണമായിട്ട് മറന്നുപോകും. അതുകൊണ്ട് കൂടുതൽ ഇരുട്ടിലേക്കാണ്, അജ്ഞാനത്തിലേക്കാണ്, ബഹിരന്തകൂപേ, പുറത്തുള്ള കൂടുതൽ ഇരുട്ടിലേക്കാണ് ഞാൻ വീഴേണ്ടി വരിക എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് പുറത്തേക്ക് വരാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് ആ ജീവാത്മാവ് പറയുന്നത്. ഗർഭാൻ ന നിർജ്ജികം വിഷയം, പുറത്തേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. ഇത് വ്യാസദേവന്റെ പുത്രൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ശുകദേവ ബ്രഹ്മർഷി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ മായ പിടികൂടുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി സ്വന്തം ശക്തി കൊണ്ട് പുറത്തേക്ക് വരാൻ തയ്യാറായില്ല. 16 വർഷം ഗർഭപാത്രത്തിൽ തന്നെ കിടന്നു. അതിനുശേഷമാണ് ശുകദേവ ബ്രഹ്മർഷി ഭഗവാന്റെ ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് നീ പുറത്തേക്ക് വന്നാലും എന്റെ മായാശക്തി നിന്നെ പിടികൂടുകയില്ല എന്ന് ഭഗവാനിൽ നിന്ന് ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ശുകദേവ ബ്രഹ്മർഷി പുറത്തേക്ക് വരാൻ തയ്യാറായത്. വന്ന ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് പോവുകയും ചെയ്തു, കാട്ടിലേക്ക് പോയി. അല്ലെ, 16 വയസ്സുണ്ടായിരുന്നു. നേരെ ആരുമായിട്ടും ബന്ധപ്പെടാതെ നേരെ പോയി. പക്ഷെ ഈ കുട്ടിയും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് പുറത്തേക്ക് വരാൻ താല്പര്യമില്ല, അങ്ങയുടെ മായാശക്തി എന്നെ ഉപസർപ്പതി, എന്നെ പിടിക്കും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും. പിന്നെ അതിനുശേഷം കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം ആ കുട്ടി, ആ ജീവാത്മാവ് ഒരു ദൃഢനിശ്ചയം എടുക്കാണ്, ഒരു തീരുമാനം എടുക്കാണ്. എന്തായാലും എനിക്ക് അങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാൻ സാധിക്കില്ല, കാരണം ഇപ്പോൾ തന്നെ ആ ഒരു പ്രഷർ എൻ്റെ മുകളിൽ വരുന്നുണ്ട്. സൂതവാദേ എന്നാണ് പറയുന്നത്. സൂതിമാരുത, ആ പ്രസവ സമയത്തുണ്ടാകുന്ന പ്രഷർ ഉണ്ടാകും, എയർ പ്രഷർ, അതെന്നെ ഇപ്പൊ തള്ളാൻ തുടങ്ങിയിട്ടുണ്ട്, പുറത്തേക്ക് തള്ളുന്നു. എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ തല, മുകളിലേക്കുണ്ടായിരുന്ന തല താഴോട്ട് വരുന്നുണ്ട്. എനിക്ക് മുഴുവനായിട്ടും താഴോട്ട് ഇറങ്ങി പോകേണ്ടി വരുന്നു നിർബന്ധപൂർവം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ പുറത്തെത്തുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആ കുട്ടി തീരുമാനിക്കുകയാണ്. എന്താണ്? മാമേ ഭവിഷ്യതി ഉപസാദിത വിഷ്ണുപാദം ഭൂയോ യഥാ വ്യസനം ഏതത് അനേകരന്ധ്രം. ഞാൻ ഇതുവരെ ഒരുപാട് ഇങ്ങനെയുള്ള ഗർഭപാത്രങ്ങളിലൂടെ കടന്നുപോയി, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഗർഭപാത്രത്തിൽ ഞാൻ കയറുകയില്ല. അതിന് ഞാൻ എന്ത് ചെയ്യും? മാമേ ഭവിഷ്യതി ഉപസാദിത വിഷ്ണുപാദം, ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് മുക്തി നൽകുന്ന വിഷ്ണുവിനെ ഞാൻ ഉപാസിച്ചുകൊണ്ടിരിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കും. ഭഗവാൻ ഒരിക്കലും മറക്കുകയില്ല. ഭഗവാനെ മറക്കുന്നത് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇതോടുകൂടി ഞാൻ എൻ്റെ ജന്മങ്ങളൊക്കെ നിർത്തും, ഇതെന്റെ അവസാനത്തെ ജന്മമാണ് എന്ന് അവിടെ തീരുമാനിക്കുകയാണ്. തീരുമാനിച്ചുകൊണ്ടാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിച്ച, ഞാനിപ്പോൾ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല, ഏതായാലും ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു. ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ആത്മാനമാശു തമസ സുഹൃദാത്മനൈവ. എനിക്ക് ഒരു ആശ്വാസമുണ്ട്. എന്താണ്? എൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ സുഹൃത്തായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. ഞാൻ ഏതൊക്കെ അവസ്ഥയിലാണെങ്കിലും സുഹൃത്തായിട്ട് ഭഗവാൻ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതെനിക്ക് വലിയൊരു ആശ്വാസമാണ്. ആ സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഞാൻ സ്വയം ഉദ്ധരിക്കും എന്നാണ് ഇവിടെ ആ കുട്ടി തീരുമാനിക്കുന്നത്. അല്ലെ, ആ സുഹൃത്ത് സുഹൃത്ത് എന്താണ് നമ്മൾക്ക് നൽകുന്നത്? ആ സുഹൃത്ത് എനിക്ക് എല്ലാവിധ ഓർമ്മശക്തിയും, ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മശക്തി നൽകും. മത്തസ്മൃതിജ്ഞാനം അപോഹനം ച, ഓർമ്മശക്തിയൊക്കെ ആ സുഹൃത്ത് നൽകും. അപ്പോൾ എനിക്ക് ആ സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇനി വരാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരുന്നില്ല. വ്യസനം ഏതത് അനേകരന്ധ്രം, ഇതുവരെ ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള ഗർഭങ്ങളിൽ കടന്നു കഴിഞ്ഞു, ഇനിയും ഇങ്ങനെ ഒരു ഗർഭപാത്രത്തിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് ആ കുട്ടി ഉറച്ച തീരുമാനം എടുക്കുക. അതിന് എനിക്ക് സുഹൃത്തായിട്ട് തൊട്ടടുത്ത് തന്നെ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാന്റെ സഹായത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ ഭഗവാനെ സ്മരിക്കും.
മാമേ ഭവിഷ്യതി ഉപസാദിത വിഷ്ണുപാദ, ഭഗവാന്റെ പാദങ്ങളെ ഞാൻ ആരാധിക്കും. അങ്ങനെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഞാൻ തിരിച്ചു പോകും. ഭഗവാന്റെ അടുത്തേക്ക് ഈ ജന്മം കൊണ്ട് ഞാൻ തിരിച്ചു പോകും. ഇതെന്റെ അവസാനത്തെ ജന്മമാണ് എന്ന് ആ കുട്ടി തീരുമാനിക്കുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത്. കപില ഉവാച ഏവം കൃതാമതിർഗർഭേ ദശമാസ്യ സ്തുവൻ ഋഷി സദ്യക്ഷിപത്യവാചീനം പ്രസൂത്യേ സൂതിമാരുത. ഇങ്ങനെയൊക്കെ ആ കുട്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? സൂതിമാരുത, ആ പ്രസവ സമയത്തുണ്ടാകുന്ന ആ പ്രഷർ ആ കുട്ടിയെ താഴോട്ട് തള്ളുകയാണ്. അതിന് നിർബന്ധപൂർവം ജനിക്കേണ്ടി വരും. അപ്പൊ ഭൗതിക പ്രകൃതിക്കും എന്തില്ല? ഭൗതിക പ്രകൃതിക്കും യാതൊരു കാരുണ്യവുമില്ല. ഒരു കാരുണ്യവുമില്ല ഭൗതിക പ്രകൃതിക്ക്. എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ കർമ്മത്തിനനുസരിച്ച് അതിന് അനുഭവിക്കേണ്ടി വരുന്നു. അതിന്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതെന്റെ അവസാനത്തെ ജന്മമാണ്, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ആ ചിന്തിക്കുന്ന സമയത്ത് കുട്ടിക്ക് പ്രഷർ കൊണ്ട്, സൂതിവാദം കൊണ്ട്, സൂതിമാരുത, പ്രസൂതി സൂതിമാരുത, സൂതിമാരുതന്റെ ശക്തി കൊണ്ട് പുറത്തേക്ക് വരേണ്ടി വരുന്നു എന്ന് പറയും. ഇപ്പൊ ഭൗതിക പ്രകൃതിക്ക് ഒരു ജീവശരീരത്തിനോട് യാതൊരു കാരുണ്യമില്ല. ചില സമയത്ത് പ്രസവ സമയത്തൊക്കെ കുട്ടികൾ മരിക്കുന്നുണ്ട്. അല്ല, ആ സൂതിമാരുതന്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ചിലപ്പോൾ മരിച്ച ശരീരമൊക്കെ ആയിരിക്കും പുറത്തേക്ക് വരുന്നുണ്ടാകും. അത്രയ്ക്കും കഠിന യാതനകളാണ് ഒരു ഗർഭപാത്രത്തിനകത്ത് ഒരു കുട്ടി അനുഭവിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ആ കുട്ടി അത് താങ്ങാൻ സാധിക്കാതെ ചിലപ്പോൾ ആ ജീവൻ തന്നെ പോകുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള ഭൗതിക പ്രകൃതി അതിനെ തള്ളി പുറത്തേക്ക് എത്തിക്കുന്നുവെന്നാണ് പറയുന്നത്. പ്രസവവായുവിന്റെ പ്രേരണയാൽ താഴേക്ക് മുഖം തിരിഞ്ഞു പോകുന്ന അവന് ജനിക്കേണ്ടി വരുന്നു. നിർബന്ധപൂർവം അതിന് ജനിക്കേണ്ടി വരുന്നു. ഓരോ ജീവാത്മാവ് ഇവിടെ ജനിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ആ പ്രകൃതിയുടെ പിടിയിലാണ്. പുറത്തു വന്നതിന് ശേഷമാണ്, ഇങ്ങനെയൊക്കെ അനുഭവിച്ചതിന് ശേഷം പുറത്തു വന്നതിന് ശേഷമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ആരും എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ. നമ്മൾ അങ്ങനെ ആ മിഥ്യാഹങ്കാരം നമ്മളിൽ എത്തിച്ചേർന്നാൽ, കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ പ്രഖ്യാപിക്കാൻ തുടങ്ങും. അതുവരെ നിസ്സഹായ അവസ്ഥയിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. ഈ സമയത്താണ് ആ കുട്ടിയുടെ ഓർമ്മ നഷ്ടപ്പെടുന്നത് എന്നാണ് പറയുന്നത്. പൂർവജന്മത്തിനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു താഴോട്ട് വരുന്ന സമയത്താണ് ഓർമ്മശക്തി പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നത്. അല്ല, അടുത്ത ജന്മം സ്വീകരിക്കണം. അപ്പൊ അടുത്ത ജന്മത്തിൽ പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സായി പോകും. ഏതാണ് അച്ഛൻ, പണ്ടത്തെ അച്ഛനൊക്കെ ഓർമ്മ വരും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ പ്രസവ സമയത്ത് ഇങ്ങനെ താഴോട്ട് ആ കുട്ടി സഞ്ചരിക്കുന്ന സമയത്ത് വായുവിനാൽ വളരെ പെട്ടെന്ന് താഴേക്ക് തള്ളപ്പെടുന്ന കുട്ടി ശിരസ് കീഴോട്ടായി ശ്വാസം കിട്ടാതെ വിഷമിച്ച് പുറത്തേക്ക് വരുന്നതിനിടയിൽ ദുസ്സഹമായ പ്രാണവേദന, ആ സമയത്ത് വലിയ പ്രാണവേദന അതിന് അനുഭവിക്കേണ്ടി വരും. കാരണം എന്താണ്? അതിന് ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും ആ സമയത്ത്. കാരണം അതുവരെ അത് ആ ഗർഭാശയത്തിനകത്ത് കിടന്നിട്ടാണ് ശ്വാസം എടുത്തിരുന്നില്ല യഥാർത്ഥത്തിൽ. അത് ജലത്തിലൂടെയാണ് ശ്വാസം സ്വീകരിച്ചിരുന്നത്. ഇനി ഇപ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് അതിന് ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ്. ആ ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ അതിന് വലിയ പ്രാണവേദന അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ കുട്ടികൾ മരിച്ചു പോകും. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? എന്തായാലും അവന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. നിരുച്ഛ്വാസോ ഹതസ്മൃതി. ആ ഒരു അവസ്ഥയിൽ, വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ ആ കുട്ടിയുടെ സ്മൃതി നഷ്ടപ്പെട്ടു പോകും. ഓർമ്മശക്തി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഓർമ്മയൊക്കെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഞാൻ ഭഗവാന്റെ അംശമാണ്, ആത്മാവാണ്, ഞാൻ ഭഗവാനെ സേവിച്ചു കൊള്ളാം എന്നൊക്കെയുള്ള എല്ലാ ചിന്തയും നഷ്ടപ്പെട്ട് പൂർണ്ണമായിട്ടും ക്ലീൻ സ്ലേറ്റ് ആയിട്ട് പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ആ ജനിച്ച കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആ കുട്ടിയുടെ അനുഭവങ്ങൾ എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദമാക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പൊ നാമം ജപിക്കാം. ഹരേ കൃഷ്ണ.
യെസ്, ആരാ ജപിക്കുന്നത്? ഞാൻ ജപിച്ചോട്ടെ പ്രഭു? എന്റെ പേരുണ്ട്, ഞാൻ ജപിച്ചോട്ടെ? ജപിച്ചോളൂ സഞ്ജീവനി മാതാജി, ജപിച്ചു. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ